അനാവശ്യമായിട്ടുള്ള പ്രോമിസസ് എന്തിനു നിങ്ങൾ കസ്റ്റമർക്ക് നൽകുന്നു? അത് മാനുവലിട്ട് ഓടിച്ചാൽ മതി, അപ്പൊ ലാഗ് വരുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ എന്തിനാ ഓട്ടോമാറ്റിക് എടുക്കേണ്ട ആവശ്യം? കാശ് കൂടുതൽ കൊടുത്ത ഓട്ടോമാറ്റിക് അല്ലേ? അതെ. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് കാണുന്ന ഒരു മനുഷ്യന്റെ ധാരണ എന്താണ്? ഓ, കിയ, അപ്പോൾ അതുപോലെ നല്ല വണ്ടിയാണ്, എല്ലാവരും എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. ഞാനെന്താ വിചാരിച്ച, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഓക്കെ, കമ്പനിയോടുള്ള വിശ്വാസം, ഫിറ്റ് ആൻഡ് ഫിനിഷ് വരും. രണ്ടാമത്തെ കാര്യം, അവർ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു പ്രോപ്പർ ഇത് കിട്ടുമല്ലോ. ഇതിപ്പോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും ഷോറൂമുകാർ നന്നാവാൻ പോകുന്നില്ല. കാരണം ഒരു കസ്റ്റമറിനുള്ള നിലയിൽ ഇത്രയും രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഡീലർ അല്ലെങ്കിൽ അതിന്റെ കമ്പനി തീർച്ചയായിട്ടും നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് കാണിക്കും. തീർച്ചയായിട്ടും ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ 3 പടക്കുതിരകളുടെ തടുക്കാണ് കേട്ടോ. 3 പടക്കുതിര, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടി 5 പടക്കുതിര അല്ലേ. അപ്പോൾ നമ്മുടെ അനസ് ബ്രോയെ നമ്മൾ വീണ്ടും കൊണ്ടുവന്നേക്കുവാണ്. ഈ സഫാരി നമ്മൾ കുറച്ച് മുമ്പ് പരിചയമുള്ള സഫാരിയാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതേ അനസ് ബ്രോയെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അനസ് ബ്രോ, നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ 2-3 കറുത്ത കുട്ടന്മാരെ, അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട് കറുത്ത, ഫുൾ ബ്ലാക്ക്, മെൻ ഇൻ ബ്ലാക്ക്. അനസ് ബ്രോ, നമ്മൾ പണ്ട് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇവനോടൊക്കെ ലുക്ക് ഉണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയ ലുക്കൊക്കെ ഉണ്ടല്ലേ. പുറത്താതെ എനിക്ക് നാണം വരുന്നല്ലേ. കിയയുടെ സോണറ്റ് ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ റിവ്യൂ ചെയ്യാന്ന് വെച്ചുകൊണ്ടാണ്. അപ്പോൾ റിവ്യൂ ചെയ്യുന്നപ്പോൾ ബാക്കി 2 അവന്മാരെ നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ലല്ലേ. അപ്പം എന്നോട് അനസ് ബ്രോ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഞാൻ വേണമെങ്കിൽ സഫാരിയെ നമുക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാം, നമ്മുടെ സോണറ്റിനെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, നമ്മുടെ ഒരു മുത്തായ ആദ്യം എടുത്ത വണ്ടിയായ ഫോർഡ് ഫിഗോയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നല്ലേ. അതുമായിട്ട് ഭയങ്കര ഡീപ് ബന്ധമാണെന്ന് തോന്നുന്നല്ലോ. അതെ, കാരണം എന്താ വെച്ചാൽ എൻ്റെ ആദ്യത്തെ വണ്ടിയാണിത്, ഫോർഡ് ഫിഗോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഫോർഡിന്റെ ആരാധകനാണ് ആക്ച്വലി. അതിന് ഫോർഡിനോട് ഇത്ര താല്പര്യം കാരണം ഇതിൽ വരുന്ന ഒരു കംഫർട്ടും അതുപോലെ തന്നെ യാത്രാ സുഖവും എനിക്ക് വേറൊരു വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ പറയുന്ന പോലെ ഞാൻ ഈ സഫാരി എടുക്കുന്നതിന് മുന്നേ ഈ ഫോർഡിന്റെ ഷോറൂം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയല്ലോ. പോയി. സോ അപ്പം അതിൻ്റെ ഒരു കമ്പായ്ക്ക് ഞാൻ അതിന് മുന്നേ അറിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് എൻഡേവർ എടുക്കുള്ളൂ. ഓക്കെ. സഫാരി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിത് എടുത്തതിന് ശേഷം ഒരു 3 വീക്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്, അനൗൺസ് ചെയ്യുന്നത് പുതിയ അല്ലേ. അതെ, അതിനുശേഷം പിന്നെ ഞാൻ സർവീസിന് പോയ സമയത്ത് ഞാൻ അവരോട് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞായിരുന്നു, അല്ലേ ഇത് ഇറങ്ങിയില്ല, അതായത് ഫോർഡ് തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ അതുകൊണ്ടാണ് ഇത് എടുത്തത്. വരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഒരിക്കലും ഞാൻ ഈ വണ്ടി എടുക്കില്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവരെന്നെ അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മളോട് ഇപ്പം നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പം എനിക്ക് ഫോർഡ് ഇഷ്ടമാണ്. ഇപ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. സോ അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റിൽ വരുന്ന വണ്ടി ആണ് ഫോർഡിൻ്റെ ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പം എക്കോ സ്പോർട്ട് ആണെങ്കിലും, ഇപ്പം ഫിഗോ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ എൻഡോവർ ആയിക്കോട്ടെ, എല്ലാം നല്ല വണ്ടികൾ. ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകൾ എന്താ പറയുന്നത്, മോശം വണ്ടി എന്ന് പറയാറില്ല. എനിക്ക് തോന്നുന്നു എക്കോ സ്പോർട്ടിന് ഇത്ര ഫാൻ ബേസ് ഉള്ള വേറൊരു സബ് കോമ്പാക്ട് SUV വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സ്വീകാര്യതയായിരുന്നു. കാരണം എൻ്റെ യാത്രാസുഖവും പെർഫോമൻസും മൈലേജും എല്ലാം, പെട്രോൾ ഈവൻ ഡീസൽ പോലും ഭയങ്കര ഹിറ്റായ ഒരു വണ്ടിയാണ്. ഓക്കെ, അത് ഇപ്പോഴും ആൾക്കാർ തപ്പിയെടുക്കുന്ന വണ്ടിയാണ്. അതെ, തീർച്ചയായിട്ടും പുതിയ എൻഡവർ ഒരു ചരിത്രം സൃഷ്ടിക്കും. അതെ, തീർച്ചയായിട്ടും. ഇനി ഇത് വന്നിട്ട് വേണം നമുക്കത് മാറി അതെ എൻഡേവറിലോട്ട് നോക്കാൻ. അപ്പം നമ്മുടെ സഫാരിയുടെ അല്ല, ഒരിക്കലും ഇത് കംഫർട്ട് ഇല്ലാന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതെനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാന്നോ ഞാൻ പറഞ്ഞിട്ടല്ല. എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു. സഫാരി നല്ല വണ്ടി തന്നെയാണ്. ഇപ്പം അവരുടെ ടാറ്റയുടെ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. അതെ, അത് അവർക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തീർച്ചയായിട്ടും അവരിൽ നിന്ന് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. സർവീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ഡെലിവറി സമയത്താണെങ്കിലും, വണ്ടിയുടെ പെർഫോമൻസ് ബേസ് ആണെങ്കിലും, മൈലേജ് ആണെങ്കിലും നോക്കേണ്ട കാര്യമില്ലല്ലേ, ഒന്നും നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിപ്പോ എത്ര കിലോമീറ്റർ നമ്മുടെ വണ്ടി? ഇതിപ്പോ ഏകദേശം 8000 സംതിങ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞ് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്ത 3ാം സർവീസ് 15,000 കിലോമീറ്റർ. അതുപോലെ തന്നെ മൈലേജും കിട്ടുന്നുണ്ട്. ഇപ്പൊ 14 ഒക്കെ കിട്ടുന്നുണ്ട്. 14 കിലോമീറ്റർ ഉണ്ടല്ലേ. അപ്പൊ സങ്കടകരമായ അടുത്ത വിഷയം നമുക്ക് ഇതിനകത്ത് വരേണ്ടി വരും അല്ലേ. ശരിക്കും നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന് സബ് വണ്ടി ആയിട്ട് അല്ലേ. ആക്ച്വലി ഞാൻ ഒരു ഹാച്ച് ബാക്ക് വണ്ടി, ഇതുപോലെ തന്നെ ഫിഗോ പോലെ തന്നെ ഒരു ഹാച്ച് ബാക്ക് വണ്ടി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്.
പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാത്തിനും ഏകദേശം ഇപ്പോൾ എല്ലാത്തിനും മാർക്കറ്റ് റേറ്റ് അറിയാമല്ലോ. അതെ അതെ എല്ലാത്തിനും ഇപ്പോൾ 13 ലക്ഷം രൂപ 14 ലക്ഷം രൂപ ഒക്കെ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. അപ്പം എനിക്ക് കൂടുതൽ ഇപ്പം ഞാൻ മാനുവലിൻ്റെ ആളായിരുന്നു. പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഈ ട്രാഫിക്കും ഈ ഒരു ഇതും വെച്ചിട്ട് തിരക്കുകൾ വെച്ചിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഓട്ടോമാറ്റിക്കിലോട്ട് പോകേണ്ട വരുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി നോക്കിയപ്പോഴത്തേക്കും എനിക്കൊരു വലിയ തൃപ്തികരമായിട്ട് തോന്നിയില്ല. ഇപ്പം മാരുതിയുടെ സ്വിഫ്റ്റ് ആണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ ഗ്ലാൻസ് ആണെങ്കിലും ഒന്നും, കാരണം ഗ്ലാൻസൊക്കെ സെക്കൻഡ് ഗിയറിൽ ലാഗ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് നമ്മുടെ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞൊരു കാര്യം, ഞാൻ അത് ഓടിച്ചപ്പം അത് മാനുവലിട്ട് ഓടിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ ലാഗ് വരുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ എന്തിനാ ഓട്ടോമാറ്റിക് എടുക്കേണ്ട ആവശ്യം, കാശ് കൂടുതൽ ഓട്ടോമാറ്റിക് അല്ലേ. അതെ. അപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാനിങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ കിയയുടെ ഷോറൂമിൽ ചുമ്മാ കയറി. അപ്പം അന്ന് എന്നെ അറ്റൻഡ് ചെയ്ത ആ റെപ്രസെൻറ്റേറ്റീവ് മിടുക്കനായിരുന്നു. ആക്ച്വലി ക്യാൻവാസിങ് മാത്രമല്ല, അവൻ എനിക്ക് ബുക്ക് പോലും ചെയ്യാതെ എനിക്ക് ഒന്ന് ഏകദേശം ഒരു 6-7 വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അപ്പം തന്നെ, സോണറ്റിന്റെ പല വേരിയന്റും, സെൽട്ടോസ്, പിന്നെ IMT ഗിയർ ബോക്സ് നോക്കാനായിട്ട് നമ്മുടെ കാരൻസ് അത് ഓടിപ്പിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് HTX ആണ്. അപ്പം ഇതിൻ്റെ മുകളിലൊരു വേരിയന്റ് ഉണ്ട്, അത് IMT മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ വരുന്നത് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. അപ്പം ഇത് HTX ആണ് ഈ വേരിയന്റ് വരുന്നത്. അപ്പം ഇത് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് പുള്ളി ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. അപ്പൊ എന്റെ ബഡ്ജറ്റിൽ വരുന്ന സംഭവം അല്ലായിരുന്നത്. അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു 13 താഴെ നിൽക്കുന്ന അല്ലെ 10 ആ റേഞ്ച് ആയിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ നോക്കി വന്നപ്പോൾ അതിന്റെ മുകളിൽ പോയല്ലോ. ശരിക്കും 13 രൂപയ്ക്കൊന്നും ഇപ്പൊ നല്ല വണ്ടി എടുക്കാൻ ഭയങ്കര പാടാണ്. ആ സെക്ഷനിൽ ചൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. ഏത് വണ്ടി എടുക്കണം, ഓട്ടോമാറ്റിക് ആണേ കൺഫ്യൂഷൻ, പെട്രോൾ ആണേ കൺഫ്യൂഷൻ, ഡീസൽ ആണേ കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ ഈ ഓട്ടം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം ഇത് പുലിയാണ് എങ്കിൽ പോലും പെട്രോൾ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഡീസലിന് പിന്നെയും ഒരുപാട് മെയിൻ്റനൻസ് പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ പക്ഷേ എങ്കിലും പെട്രോൾ നല്ല വേറെ കുഴപ്പമൊന്നും ഇല്ല, പണിയോ കാര്യങ്ങളോ അങ്ങനെ കൂടുതൽ വരാറില്ല. പക്ഷെ പെട്രോൾ തീനിയാണ്. അതായത് മൈലേജ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ പെട്രോളിന് കിട്ടുന്നത് ചിലപ്പോൾ 10 ആയിരിക്കും, 10-9 ഒക്കെ ആയിരിക്കും. അപ്പം ഇത് വെച്ച് നമുക്ക് എപ്പോഴും ലോക്കൽ ഓടാൻ പറ്റില്ല. അതിലും നമ്മുടെ സഫാരിയും കൊണ്ട് തന്നെ പോകുന്നതാണ്. അപ്പം അവിടെ വരുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ വലിപ്പം ഭയങ്കര വിഷയം. ഇതുകൊണ്ട് ഒതുക്കി അല്ല പറ്റത്തില്ല. ഇതുകൊണ്ട് ഒതുക്കി എവിടെയെങ്കിലും ഒന്ന് ഇടാൻ ഇച്ചിരി പാടാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ലക്ഷറി വണ്ടിയാണ്, നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ ലോക്കലി ഇട്ട് ഓടിച്ച് നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, അങ്ങനെ മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെ, എത്ര കിട്ടും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ 22-23 മൈലേജ് അഷ്വറായിട്ട് കിട്ടും പറയുന്നു. അതെ, അപ്പം എന്താണെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ അത്രയും മൈലേജ് കൊണ്ട് അത്യാവശ്യം സ്പേസും ഉണ്ട്, യാത്ര സുഖമുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കാണ് ശരി ഇതിലേക്ക് എത്താം, ഇത് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വണ്ടി ബുക്ക് ചെയ്യുന്നത്. സോണറ്റിലോട്ട് വന്നു എടുത്ത്. അപ്പം ഇപ്പം നിരത്തിൽ എവിടെ നോക്കിയാലും കിയയുടെ വണ്ടികളാണ് ഇഷ്ടം പോലെ ആയി. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് കാണുന്ന ഒരു മനുഷ്യൻ്റെ ധാരണ എന്താണ്, ഓ കിയ, അപ്പോൾ അതുപോലെ നല്ല വണ്ടിയാണ്, എല്ലാവരും എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. സോ മൈലേജ് എല്ലാം ഉണ്ടായിരിക്കും. പെർഫോമൻസ് വൈസ് വണ്ടിയുടെ പെർഫോമൻസ് വൈസിനെ പറ്റി ഒരു രക്ഷയില്ല പറയാം. ന്യായമായിട്ടുള്ള രീതിയിൽ ആ വണ്ടി പുലിയ. അത് പെർഫോമൻസ് വൈസ് ഒന്നും പറയാനില്ല, മോശം പറയാനില്ല. അത് നല്ലതേ പറയാനുള്ളൂ. പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ യാത്ര സുഖം, കംഫർട്ട് ആയിക്കോട്ടെ, ഇന്ത്യയിൽ നല്ല അഭിപ്രായം പറയാനുള്ളൂ. പക്ഷേ ഇതിൻ്റെ മൈലേജിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ മൈലേജ് ശരിക്കും കുറവാണ് വണ്ടിക്ക്. തീർച്ചയായിട്ടും. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കമ്പനിയിൽ എടുക്കുമ്പോൾ നമ്മളോട് പറയുന്നത് 22 കിലോമീറ്റർ മൈലേജ് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ 22 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഇതിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായി. 5 മാസമായി. ഓൾമോസ്റ്റ് 5000 കിലോമീറ്റർ ഓടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 10, 9 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഇതിപ്പോൾ ഷോറൂമിൽ വിളിച്ച് പറയുകയാണെന്ന് വെച്ചു. ഷോറൂമിൽ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇവർ പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ, സാർ സെക്കൻഡ് സർവീസ് കഴിഞ്ഞാലേ മൈലേജ് കിട്ടുള്ളൂ. പക്ഷേ എന്നാലും 10 എന്ന് പറഞ്ഞാൽ ഒട്ടും കൺവീനിയന്റ് അല്ലല്ലോ. അല്ല, ഒരു 16 ഒക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെ 14 ആണെങ്കിലും ഓക്കെ, നമുക്ക് ഓക്കെ തുടക്കം അല്ലേന്ന് വിചാരിക്കാം. പിന്നെ ഇവരുടെ സർവീസ് ലോങ്
അത്രയും ടൈം വരുന്നുണ്ട് സെക്കൻഡ് സർവീസിന്. ഇതിപ്പോൾ 1000 സർവീസ് കഴിഞ്ഞാൽ പിന്നെ നേരെ 10,000 ഉള്ളു സർവീസ്. 9,000 കിലോമീറ്റർ ഡിഫറൻസ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നല്ലൊരു പീരീഡ് ഓഫ് ടൈം വരുന്നുണ്ട് സെക്കൻഡ് സർവീസ്. അപ്പൊ അത്രയും നാൾ ഞാൻ സഹിച്ചോണം. ഓക്കെ, ഒട്ടും മൈലേജും ഇല്ല, നമ്മൾ കൊണ്ടു നടക്കണം. അതായത് അപ്പൊ ഇതുമായിട്ട് എന്താ വ്യത്യാസം വരുന്നത്? ഇത്ര വിലയില്ല. അതെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇത്രയും നാൾ ഞാനത് സഹിക്കണം. അപ്പൊ ഇവർ പറയുന്നത് ഇതിന്റെ ഓയിൽ ചേഞ്ച് വരുന്ന സമയത്ത് മാറ്റം വരും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതുപോലെ എടുത്ത ആരെങ്കിലും, അപ്പൊ ഇവര് പഴയ ഫേസ് ഇല്ലേ, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫേസ്, അത് മേടിച്ച ആളുകളുടെ കാര്യം ആണ് ഇവർ പറയുക. പുതിയ ജനറേഷനിൽ ഒന്നും പറയുന്നില്ല. അപ്പം പുതിയ ജനറേഷനിൽ ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ ഈ മൈലേജിന്റെ ഇത് പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യാം. ഞാനൊരു 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഞാനിത് ടാങ്ക് ടു ടാങ്ക് ഫുള്ള് ഫില്ല് ചെയ്തിട്ടാണ് എപ്പോഴും നോക്കുക, കാരണം മൈലേജ് കറക്റ്റ് അറിയണം. സോ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന മൈലേജ് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എന്നെ അന്ന് അറ്റൻഡ് ചെയ്ത റെപ്രസെൻറ്റേറ്റീവിനെ ഞാൻ വിളിക്കുകയും എന്നിട്ട് പറയുകയും ചെയ്തപ്പോഴത്തേക്കും അവൻ പറഞ്ഞത്, മീറ്ററിലുള്ളത് കണക്ക് കൂട്ടണ്ട, ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല. ഒരു കാര്യം ചെയ്യും, ടാങ്ക് ഫുള്ള് ചെയ്തിട്ട് വീണ്ടും ഓടിക്കുക, എന്നിട്ട് പിന്നെ ഇവൻ കണക്കാണ് പഠിപ്പിക്കുന്നത്. ഇന്നത് ചെയ്യുക, ഇന്നത് കൂട്ട്, ഇന്ന കുറയ്ക്ക് എന്ന് പറഞ്ഞ് പിന്നെ ഗുണിക്ക് ഹരിക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ എന്തിനാണ് ഇതിന്റെ അത് മറ്റേ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ? സ്വാഭാവികമായിട്ടും നമുക്കൊരു ആവറേജ് +2 അല്ലെ -2 ഡിഫറൻസ് മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ അതിൽ കൂടുതലൊന്നും വരത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആക്യുറേറ്റ് ആയിട്ട് ഒരു മൈലേജ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ, പിന്നെ എന്തിനാ ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത്? ഇത്രയും പൈസ മേടിക്കുന്നത്? അതാ പറഞ്ഞത്, ഈ ഫെസിലിറ്റി പറഞ്ഞേക്കുന്നത് എന്തിനാണ്? ഈവൻ ഞാൻ എനിക്ക് വന്നു 2015 മാരുതി സ്വിഫ്റ്റിനകത്ത് പോലെ ഈവൻ ഈ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഈ പറയുന്ന പോലെ എന്നോട് പറഞ്ഞത് ഇങ്ങനെ നോക്ക്, ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ഈ ഫേസ് എടുത്ത ആരെങ്കിലും ഒരു 18 കിട്ടുമെന്ന് പറയുന്നുണ്ടോ? പക്ഷെ പറഞ്ഞു, അത് ചോദിക്കാം. ആർക്കറിയത്തില്ല. അപ്പൊ കഥ പാടുന്ന മുഴുവൻ പഴയ വണ്ടിയുടെ ചരിത്രമാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പല ആളുകളും ഇപ്പം നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, അടുത്തൊരാൾ എന്ത് പറയുന്നു അതാണ്. അപ്പം ഈ എടുക്കുന്ന ആളുകൾ ഇത് കംപ്ലൈന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ഇത് പറയുന്നില്ല, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബ്രോ ചിന്തിച്ച പോലെ അവർ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ കൂടുന്നത്. സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് വണ്ടിയുടെ വാറണ്ടി തീരാറുള്ളതാവും. മേ ബി 1 ഇയർ എന്നെ കാണിച്ചാലും കഴിയും. കാരണം 10,000 സെക്കൻഡ് സർവീസ് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പം ഏതൊരു ഷോറൂമിലായിക്കോട്ടെ, ഏതൊരു ഷോറൂമിൽ പോയാലും ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മളോട് അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യാൻ വരുന്ന പറയുന്നുണ്ടോ, സാർ ആദ്യത്തെ ഇത്ര കിലോമീറ്റർ ഇത്രയും മൈലേജ് കിട്ടുള്ളൂ, അതിനുശേഷം ഇത്ര മൈലേജ് കിട്ടിത്തുടങ്ങും. കാരണം ഇത് ഇവർ പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. അവർ പറയുന്നതാണ്, കമ്പനി പറയുന്നത് 24 അല്ലെങ്കിൽ ഇപ്പം എത്രയാണോ, അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ ഇത്ര കിട്ടും എന്ന് അവർ ആദ്യമേ പറയാണ്. ഇത് കേൾക്കുന്നവൻ എന്താണ് മനസ്സിലെ എക്സ്പെക്ടേഷൻ എന്താണ്? ഓക്കെ, വണ്ടി എടുത്ത് അവൻ അറിയാത്ത, ഇപ്പൊ വണ്ടിയെ പറ്റി തീർച്ചയായിട്ടും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അല്ലെ മൈലേജിനെ പറ്റി കൂടുതലായിട്ട് അറിയാത്തവരുണ്ടാവും. അവരെന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഓക്കെ, എനിക്ക് കിട്ടുന്ന ഈ മൈലേജ് ആണ്, അതിലങ്ങ് ഫിക്സ്ഡ് ആയി. അതേസമയം ഇവർക്ക് സെയിൽ നടക്കില്ല. ഇങ്ങനെ പറഞ്ഞാൽ സെയിൽ നടക്കുമോ? ഇല്ല. ഒരിക്കലും ബൂസ്റ്റ് ചെയ്യാണ്. നമ്മൾ മലയാളികൾ എന്താണെങ്കിലും ഈ പറയുന്നത് പോലെ മുതലാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടല്ലേ ഒരു കാര്യം ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. ഇതും നമ്മൾ ഡീസൽ വണ്ടി എടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഇതിന് സർവീസ് കോസ്റ്റ് കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്, പിന്നെ നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്ന മൈലേജ് ഉണ്ടല്ലോ. അതെ, അതിലാണ് നമ്മൾ പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ വലിപ്പവും ഈ ഇരിക്കുന്ന കംഫർട്ടും യാത്രാസുഖവും ഒക്കെ നോക്കുന്നത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് ഏതൊരു കമ്പനിയിൽ ചോദിച്ചാലും ഏതൊരാളും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈലേജ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ പെട്രോൾ വിലയ്ക്കും ഡീസൽ വിലയ്ക്കും മൈലേജ് അറിയണം. ഇല്ലെന്നുണ്ടെങ്കിൽ മൈലേജ് ഇല്ലാത്ത വേറെ വണ്ടി കൊണ്ടായിരുന്നു. അതെ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനപ്പം എനിക്കിപ്പോൾ ഉള്ളിൽ ചിന്തയാണ്, ഞാൻ എൻ്റെ വേറെ കൂട്ടുകാരെ വിളിച്ചു, പഴയ ഈ സോണറ്റുള്ള ആളുകളെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന പോലെ 20-22 ഒന്നും കിട്ടുന്നില്ല, ഒരു 17-18 ഒക്കെ കിട്ടുന്നുണ്ട്, ഈ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയാണ്. പക്ഷേ എൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാള്, അതായത് ഇപ്പം 1000 സർവീസ് കഴിഞ്ഞൊരു വണ്ടി 10,000 വരെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്. ഇവർക്ക് ചെക്ക് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പം മൈലേജ് ഒരു കസ്റ്റമർ പറയുമ്പോൾ എന്നാണെങ്കിൽ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഫീൽ ചെയ്തൊരു കാര്യം, ഈ നമ്പർ പ്ലേറ്റ് കണ്ടോ, ഇത് ഞാൻ പുറത്ത് ചെയ്യിപ്പിച്ച ഈ ടെമ്പററി. ശരിയാണ്, ടെമ്പററി. ഇത് ബോർഡ് സ്റ്റിക്കർ വർക്ക് ചെയ്തല്ലേ?
ഇവന്മാർ ഈ ബാഗിൽ ഒട്ടിക്കുന്ന മറ്റേ ഈ ലോഗോയുടെ തൊട്ട് മറ്റേ ബാഗിൽ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇത് ഒട്ടിച്ചു വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലേസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, അവർ വെച്ച് തരുന്ന ആ ഒരു ടെമ്പററി നമ്പർ പ്ലേറ്റ് പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്താൽ മൊത്തം പോവും. പേപ്പറാ. ഒരു 4 തവണ ഞാൻ ഈ ടെമ്പററി നമ്പർ പ്ലേറ്റ് ചെയ്യേണ്ട വന്നു. അവിടുന്ന് തന്നെ വീണ്ടും വീണ്ടും മേടിച്ചു. അതിനുശേഷം പിന്നെ അവസാനം ഞാൻ മടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ പുറത്തു പോയി അടുപ്പിച്ചു. അതല്ല വേറെ രക്ഷയില്ല. കാരണം ഒന്ന് വാഷ് ചെയ്താൽ തന്നെ ഇതെല്ലാം കൂടെ പറഞ്ഞു പോകുമ്പോൾ ഇതുമായിട്ട് നമുക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ടെമ്പററി നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേനാണ് നമ്മൾ ഫാൻസി നമ്പർ നോക്കുന്നതാണ്. അതെ, എന്നാണ് ചിലപ്പോൾ 1-2-3 മാസം നമ്മൾ ഇതുമായിട്ട് നടക്കേണ്ടതാണ്. പിന്നെ ഷോറൂമിൽ ഒരിക്കലും ഒരു ആഡോൺ പാർട്സ് മേടിക്കരുത് ആക്ച്വലി ഷോറൂമിൽ നിന്ന്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കിലെ സ്പോയിലർ എക്സ്ട്രാ ഞാൻ വെച്ചതാണ്, അതിൽ സ്ക്രാച്ചാണ്. ഇത് കണ്ട ഉടനെ അടുത്ത ദിവസം ഞാൻ ഇതെടുത്തു. അത് എല്ലാം സെറ്റ് ചെയ്താണല്ലോ നമ്മൾക്ക് തരുന്നത്. സോ ഇത് അടുത്ത ദിവസം ഞാനിത് വാഷ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഈ സ്ക്രാച്ച് കണ്ടിട്ട് ഞാൻ ഫോട്ടോ റെപ്രസെൻറ്റേറ്റീവിന് വിട്ടു കൊടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്തു, എനിക്ക് ഇന്ന പോലെയാണ്, സോ ഇങ്ങനെ ഡാമേജ് ഉണ്ട്, സോ ഇതെനിക്ക് മാറ്റി തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡാമേജ് ഉണ്ടല്ലേ, അപ്പം ഒരു കാര്യം ചെയ്യും സാറേ, ഇനി വരുമ്പോൾ കെയർ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു 1000 ആവുമല്ലോ, ഉടൻ തന്നെ ആവും. ഇപ്പോൾ ഫസ്റ്റ് സർവീസിന് കൊണ്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം അവിടെ മാറ്റി തരും. അങ്ങനെ ഫസ്റ്റ് സർവീസിന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിട്ടു. ആളവിടെ ചെന്നു. ഇന്നപോലെ വണ്ടി സർവീസ് ചെയ്തത് വാട്ടർ സർവീസൊക്കെ വളരെ ശോകമാണ്. എല്ലാം കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കഴുകി തരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മാറ്റി തരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം അവർ എന്നെ വിളിച്ചിട്ട്, എൻ്റെ ഫ്രണ്ട് നിൽക്കവേ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇന്നപോലെയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്പോയിലർ ഡാമേജ്ഡ് ആണ്, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വീട്ടിൽ വന്നിത് മാറ്റി തരാം. ഓക്കെ, അപ്പം സമാധാനം. അപ്പം നമ്മളിത് കേൾക്കുന്നത് നമ്മളെന്താണ് ആസ് എ കസ്റ്റമർ, ഓക്കെ അവർ അങ്ങനെ പറഞ്ഞല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും ആരും പറയുന്നില്ല അങ്ങനെ. ഓക്കെ, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് തന്നല്ലോ, അങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതാണ് പറഞ്ഞത്. സോ അപ്പം ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ഓക്കെ കാമായി. ദെൻ അതിനുശേഷം ഇവര് ഒരു മാസമായി 2 മാസമായി ഒരു വിവരമില്ല. അപ്പം നമ്മൾ വേണമെങ്കിൽ വീണ്ടും വിളിക്കുമല്ലോ, എന്താണ് നിങ്ങൾ വന്ന് ചെയ്തു തരുന്നത്, അത് ഇന്ന പോലെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാമോ. അപ്പൊ ഞാനപ്പോ ചോദിച്ചു, അനാവശ്യമായിട്ടുള്ള പ്രോമിസസ് എന്തിനു നിങ്ങൾ കസ്റ്റമർക്ക് നൽകുന്നു? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ല എന്റെ വീട്ടിൽ വന്ന് ചെയ്തു തരാമോ. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ ഇനി ഒന്ന് ഇറങ്ങാൻ പറഞ്ഞാലും നമുക്ക് വിഷയമില്ല. അതേസമയം അവിടെ വരൂ, അവിടെ വന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള പ്രോമിസസ് കൊടുക്കുന്നത്? ആവശ്യമില്ല. സോ അപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോൾ അത് എന്നെ പോലെ അന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്, എന്നെ പോലെയാണ്, ഒരു കാര്യം ചെയ്യൂ, ഒന്ന് ഇറങ്ങൂ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ 360 ക്യാമറ നമ്മൾ ഇതിൽ ഇതൊന്നും വരുന്നില്ല, 360 ക്യാമറ ഒന്നും വരുന്നില്ല, നമ്മൾ എക്സ്ട്രാ അതിലൊന്നും എനിക്ക് തോന്നുന്നു പുറത്ത് കൊടുത്ത് 360 ചെയ്യിച്ചാൽ ഇതിലും മനോഹരമായിരിക്കും. ഇത് അതുപോലെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ ബെറ്റർ ആക്യുറേറ്റ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ വെളിയിൽ ചെയ്യുവാണെങ്കിൽ ഇതിലും വിലക്കുറവായിരിക്കും. അതെ, വാറണ്ടി പോകണ്ടായിരിക്കും. ഞാൻ എന്താ വിചാരിച്ച, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഓക്കെ, കമ്പനിയോടുള്ള വിശ്വാസം, ഫിറ്റ് ആൻഡ് ഫിനിഷ് വരും. രണ്ടാമത്തെ കാര്യം, അവർ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു പ്രോപ്പർ ഇത് കിട്ടുമല്ലോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തേലും നാളെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ടെങ്കിൽ, നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോയി ഷോറൂമിൽ കാണിച്ചാൽ ചെയ്തു തരും എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ വളരെ ശോകമായി പോയി. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഓക്കെ സോണറ്റ് അടിപൊളി വണ്ടിയാണ്, ഷോറൂം സർവീസ് പക്കാണ്, ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് എടുക്കാം, അങ്ങനെ പറഞ്ഞ് ഞാൻ പോയിട്ട് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. ഓക്കെ, എന്നിട്ട് ഈ സ്പോയിലർ മാത്രമുള്ള ഇനിഷ്യേറ്റീവ് എടുത്തവര്? ഇല്ല, ഇതുവരെ എടുത്തിട്ടില്ലല്ലോ, മാറി കിട്ടിയിട്ടില്ല. അല്ല, പിന്നെ ഞാൻ മടുത്തു, എനിക്ക് വിളിക്കണ്ട, ഞാൻ ഇനിയിപ്പോൾ സർവീസിന് പോകുന്ന സമയത്ത് വല്ലതും ചോദിക്കാം എന്നുള്ളതല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഈ നിസ്സാരമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഈ വണ്ടി എടുത്തിട്ട് ഈ സർവീസ് സെന്ററിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ്, അതും ഇവിടെയല്ല, ഇതിന്റെ ഷോറൂം വരുന്ന തെള്ളകത്താണ്, കോട്ടയം. അതെ, തെള്ളകം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. സോ എനിക്ക് എപ്പോഴും ഈ ഷോറൂമിൽ പോയി ഇതിന്റെ പുറകെ നിൽക്കാനായിട്ടുള്ള ഒരു ദിവസം നമ്മുടെ പോവാണ് ശരിക്കും. ഇപ്പം ഞാൻ ഈ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ സുഹൃത്തിനെ വിളിക്കണം, അതിന് ആളുടെ അവൈലബിലിറ്റി നോക്കണം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് ബസ്സിന് തിരിച്ചു വരണം, ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചെത്താൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളൊരു ബിസി ഷെഡ്യൂളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അതെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
പിന്നെ ഇവര് ഈ ഷോറൂമിൽ നിന്ന് വിളിച്ച് ഡെലിവറി എടുത്തുകൊണ്ട് പോകുന്ന സിസ്റ്റം ഇപ്പൊ പല ഷോറൂമിലും ഉണ്ട് അല്ലേ? ഇവിടുന്ന് കൊണ്ടുപോയി സർവീസ് ചെയ്യുന്ന ഒരു സ്കീമുണ്ട്. പക്ഷെ എങ്ങനെ നമ്മൾ വിടും, കൊണ്ട് കൊടുക്കും, അതായത് എടുത്തുകൊണ്ട് പോകാൻ പറയും. നമ്മുടെ കംപ്ലൈന്റ് മൊത്തവും കേട്ടിട്ട് എനിക്ക് ഇന്നൊരു പ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്തിന്റെ വണ്ടി ഇന്നപോലെ എടുത്തിട്ട് പോയി, തിരിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടിക്കകത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, പ്രോപ്പറായിട്ട് ഇവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ മൂന്നാമത്തെ ആളോട് പറഞ്ഞു വിടുന്നതിന് തുല്യമാണ്. അതെ. അപ്പോൾ അതേസമയം നമ്മൾ ഡയറക്റ്റ് പോയി അവിടെ ചെന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഈ സോണറ്റിൻ്റെ കാര്യത്തിൽ വന്നു. പക്ഷെ ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെർഫോമൻസിലോ യാത്രാ സംഭവത്തിലോ ഇതിനെ ബാധിക്കുന്നില്ല. വണ്ടി പക്കാണല്ലോ, വണ്ടി പക്കാണ്. ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിലും കംഫർട്ടിൻ്റെ കാര്യത്തിലും പക്കാണ്. ഈ ഫേസ് ലിഫ്റ്റിന് മാത്രമുള്ള വിഷയം അത് ഇപ്പോൾ ഈ 2024 വന്ന ഫേസ് ലിഫ്റ്റിന് മാത്രമാണോ? എനിക്കറിയില്ല ആക്ച്വലി. ഒരുപാട് പേര് ഇപ്പം നമ്മൾ നിരത്തിൽ പോകുമ്പോൾ കാണുന്നില്ല, ഒരുപാട് സോണറ്റ് ഉണ്ട്, സെൽട്ടോസ് ഉണ്ട്. ഇവരുടെയൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല. ഇല്ല ശരിക്കും പറഞ്ഞാൽ ഡീസൽ വരുമ്പോഴത്തേനും ഈ സെഗ്മെന്റിൽ ഒരു ചോയ്സസ് ഇതാണ്, ബെസ്റ്റ് ചോയ്സസ് ഇതാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വേരിയന്റും വരുന്നുണ്ട്, പിന്നെ ഡീസൽ വണ്ടികളെല്ലാം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴത്തേനാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ സോണറ്റ്. അതെ, നിങ്ങൾ പോലും എന്നോട് ചോദിച്ചില്ലേ, എന്നോട് മൈലേജ് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് 10 കിട്ടുന്നതെന്ന് പറഞ്ഞു, നിങ്ങളൊന്നും ഞെട്ടിയില്ല? ഉറപ്പായിട്ടും. ഞാൻ ഇതിന് ഓട്ടോമാറ്റിക്കലി ഞാൻ എന്നാണ് 15+ എന്ന് പറഞ്ഞൊരു മൈലേജ് കുറഞ്ഞ് എക്സ്പെക്ട് ചെയ്യണ്ട. ഡീസൽ വണ്ടിയാണല്ലോ. പിന്നെ അതിനേക്കാൾ വലിയ വണ്ടി എനിക്ക് അതിന് കിട്ടുന്നുണ്ട് 14. ഇതിന് കിട്ടുന്നുണ്ട് 14 കിലോമീറ്റർ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവനാണ് ശരിക്കും ഈ 10 ആണെങ്കിൽ ഒന്നും പറയാനില്ല. അതെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിലുണ്ടായി. അവരുടെ സർവീസിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? അതായത് നമ്മൾ സർവീസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? മീൻസ് ഇല്ല, ഒന്നുമില്ല ഇപ്പോഴും. പക്ഷേ ഷോറൂം നിങ്ങൾ നമ്മുടെ ഈ ഫോർഡിന്റെ ഷോറൂമേ അത് പോയല്ലോ, ഇന്ത്യയിൽ നിന്ന് പോയി. പക്ഷേ എങ്കിലും അവർ സർവീസ് ഉണ്ടല്ലോ. അതേസമയം ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് 1,20,000 ആയിരുന്നു വണ്ടി. ഇത് ഞാൻ സർവീസിന് കൊണ്ടുപോയി കൊണ്ടു കൊടുത്തു. എല്ലാ പണിയും ചെയ്ത് തിരിച്ച് വണ്ടി തന്നു കഴിഞ്ഞതിന് ശേഷം എന്നെ അടുത്ത ദിവസം തന്നെ ഫീഡ്ബാക്കിന് വേണ്ടി വിളിച്ചു. നാട് വിട്ട് പോയെന്ന് പറയപ്പെടുന്ന ഷോറൂം. അതെ, ഫോർഡിൽ നിന്ന് വിളിച്ചു. അപ്പം അതുപോലെ ഒരു ഫീഡ്ബാക്ക് കോള് പിന്നെ ടാറ്റ സഫാരിക്കും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെ, അവര് കുറച്ചുകൂടെ അവര് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവര് ഇപ്പൊ സർവീസിന് കൊണ്ടുപോയപ്പോഴാണല്ലോ എനിക്ക് ഫീഡ്ബാക്ക് കോൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് കിട്ടിയോ, ടൈമിൽ കിട്ടിയോന്ന് ചോദിച്ചാൽ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോയിട്ട് എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ അല്ലേ? അതെ, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേനും നല്ല അഹങ്കാരം. അല്ലെ, എല്ലാവർക്കും ഇത് അനുഭവം ഉണ്ടോന്ന് എനിക്കറിയില്ല. ചിലവർക്കായിരിക്കാം മേ ബി. അല്ല, ഞാൻ പറയട്ടെ, ഇത് പല അനുഭവങ്ങളും ആൾക്കാർക്ക് തുറന്നു പറയാൻ മടിയാണ്. ഈവൻ ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത് പറയപ്പെടുന്നത് ഞാനാണ്. എനിക്ക് തോന്നുന്നു ആ പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, നേറ്റീവ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. ഈവൻ അപ്പോൾ ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നു എൻ്റെ വണ്ടി അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വിഷയമുണ്ടോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാക്റ്റാണ്. നമുക്ക് മാറി കിട്ടുന്ന ഈ പറയുന്ന എനിക്ക് പോലും ഉണ്ടല്ലോ മടിയുള്ളത്. എന്താന്ന് വെച്ചാല് ഇപ്പൊ എന്നോട് ഒരാള് പുതിയ വണ്ടി എടുത്തല്ലേ, മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ട്, എനിക്ക് പറയാൻ മടിയാ. അതെ, 10 എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ, അതായത് ആളുകളുടെ എക്സ്പെക്ടേഷൻ ഒരു 18 കുറഞ്ഞത് കിട്ടുന്നുണ്ടാവും. എവിടെ കിട്ടാൻ? എങ്ങനെ ഞാനിത് പറയും? ഞാനിപ്പം അനസ്പ്രോട് പറഞ്ഞു, അനസ്പ്രോ നിങ്ങൾ ഓടിക്കുന്നതിൻ്റെ വിലയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം തന്നെ വലിയ മണ്ടത്തരമാണ്. പുള്ളി ഓടിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സഫാരിയാണ്. സഫാരിക്ക് 14 കിലോമീറ്റർ മൈലേജ് ഓടിക്കുന്ന ഒരു ഡ്രൈവറിനോട് സോണറ്റിന് 10 കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചോദിക്കാൻ പോലും പാടില്ല. നിങ്ങൾ തന്നെ ഇപ്പൊ ഇത് ഡ്രൈവ് ചെയ്തല്ലോ, ഡ്രൈവ് ചെയ്ത് നോക്കിയല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞപ്പോൾ എനിക്ക് 9.9 കാണിക്കുന്നത് ഞാൻ ഓടിച്ചപ്പോൾ. അപ്പൊ പിന്നെ ഞാൻ പറയുന്നതിൽ എന്ത്, അത് പോട്ടെ, നിന്റെ വൈപ്പർ ഉണ്ടോ? ഒരു 16 ലക്ഷം രൂപയുടെ വണ്ടിയുടെ വൈപ്പർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതേപോലെ ഇവർ ഈ കൊടുക്കുന്ന പൈസക്കുള്ള വർത്തായിട്ടുള്ള വണ്ടികൾ പൂർണ്ണമായിട്ട് ഇറക്കണം അല്ലേ? ഇല്ല, ഇത് കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള റെസ്പോൺസ് അല്ലേ? ഈവൻ മൈലേജ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട. അവർക്ക് ആദ്യമേ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് സാറേ ഒന്ന് കൊണ്ടുവരാമോ, ചെക്ക് ചെയ്തിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത് ചെയ്തിട്ടുണ്ട്, അത് ചിലപ്പോൾ ഒരു ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവേർട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ സിസ്റ്റത്തിന് അപ്ഡേഷൻ്റെ പ്രശ്നമായിരിക്കും. എന്നോട് ഈ മൈലേജിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഇവരൊന്ന് കൊണ്ടുവരാൻ പോലും പറഞ്ഞിട്ടില്ല വണ്ടി. സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് അതിന് കൊണ്ടുവന്നാൽ സെക്കൻഡ് സർവീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നോക്കാം. അപ്പൊ എന്തുകൊണ്ട് ഇവർ ഇത് ആദ്യമേ പറയാത്തെ?
അത് ഞാൻ പറട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 കിലോമീറ്റർ ഓടുന്നേക്കാൾ ലാഭമാണ് ആ ഓയിൽ നമ്മളിപ്പം മാറുക. മാറത്തില്ലേ? അതാണ് വേറൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇവർക്ക് പറയാമല്ലോ സാർ, ആദ്യത്തെ ഒരു 10,000 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ മൈലേജ് അല്ലെങ്കിൽ ഒരു 11 എക്സ്പെക്ട് ചെയ്താൽ മതി നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ. അതിനുശേഷം സെക്കൻഡ് സർവീസ് ആകുമ്പോഴത്തേക്കും വണ്ടിയുടെ ഓയിലെല്ലാം ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു 18-20 ആ ഒരു റേഞ്ചിൽ കിട്ടുള്ളൂ. ഇത് ന്യായമായിട്ട് പറയാം. അത് ഇവർക്കെന്നല്ല, ഏത് ഷോറൂമാർക്കും പറയാലോ. അതൊരിക്കലും ഇത് മാർക്കറ്റിംഗ് തന്ത്രമല്ലേ ആണ്. നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയാണ്. തിരിച്ചെടുക്കാനും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ലൊരു കൺവീനിയൻറ്റ് മൈലേജ് കിട്ടുവാണെങ്കിൽ നമുക്ക് അടിപൊളി സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. ഈ സെഗ്മെന്റിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എനിക്ക് തോന്നുന്ന പ്രീവിയസ് വണ്ടികളിൽ ഇപ്പം ഞാനും ചോദിക്കുമ്പോഴാണെങ്കിൽ അവരും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയുകയാണ് 20 എന്നുള്ള മൈലേജ് ഞാൻ പറയാറില്ല, 15+. ഡീസലിന് 15+ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ്, നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും, തീർച്ചയായിട്ടും കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൂന്നിനകത്ത് അവരാണ് സ്കോർ ചെയ്യുക. ഈ നമ്മുടെ മൈലേജിന്റെ കാര്യത്തിൽ, മൈലേജിലല്ല ടോട്ടൽ മൊത്തത്തിലുള്ള ഒരു സാറ്റിസ്ഫൈ. അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പം ഈ വണ്ടി ആയിക്കോട്ടെ ഇതൊക്കെ ഓക്കെ, പുതിയതാണ്, അത്യാവശ്യം ലക്ഷറി വണ്ടികളാണ്. പക്ഷേ എനിക്ക് ഈവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നല്ല, ഒന്ന് നമ്മുടെ ആദ്യത്തെ വണ്ടി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, രണ്ട് ഇത് ഓൾറെഡി ഫോർഡിന്റെ ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്, തുടക്കം തൊട്ടേ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട് ഒരുപാട് പേര് എൻഡവറും എക്കോസ്പോർട്ട് ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. സോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഡിന്റെ ആ ഒരു ഇത് എനിക്ക് വേറെ ഏത് വണ്ടി എടുത്താലും കിട്ടത്തില്ല. ശരി, ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കാശ് മുടക്കി, ഞാനിത് എപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഓരോരോ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിൽ എനിക്കൊരു ചെറിയൊരു ഫ്ലാഷ് വീണാൽ പോലും അതാണ് ഞാൻ വന്നപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു, അനസുറ വരുന്നുള്ളായിരുന്നു. അപ്പോൾ അനസുറ ഉമ്മയോട് ചോദിച്ചു, പുള്ളി ഇടയ്ക്ക് വണ്ടി പെയിന്റ് വരും ചെയ്തതെന്ന് പറഞ്ഞു. വണ്ടി അതേപടി ഞാൻ ശരിക്കും റാമയ്ക്ക് ചെയ്തെന്നാ ഞാൻ വിചാരിച്ചു. ഇല്ല, ഒരിക്കലും ഇത് കമ്പനി തന്നെ. ഇത് 2010 മോഡൽ വണ്ടി. 2010 മോഡൽ 15 കൊല്ലം. ഇപ്പൊ ഏകദേശം 15 കൊല്ലം ആവാൻ പോകുന്നു. അപ്പൊ ഈ വണ്ടി റീപെയിന്റ് ചെയ്യേണ്ട എനിക്ക് വന്നിട്ടില്ല. പെയിന്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ പെയിന്റ് ക്വാളിറ്റി, ബിൽറ്റ് ക്വാളിറ്റി, പെയിന്റ് ക്വാളിറ്റി, അവന്റെ ഫോർഡിന്റെ ആ ഒരു പ്രത്യേകത സാറ്. അതെ, ഇപ്പോഴും ഇതിന്റെ അകത്ത് വേറെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ നമുക്ക് കാണിക്കാറില്ല. 1.5 ലക്ഷം കിലോമീറ്റർ ആയി വണ്ടി. അതെ, പക്ഷേ ഈ പറയുന്ന പോലെ ഇതിന്റെ അകത്ത് നമ്മളിപ്പം ഒന്ന് ഓഫ് ചെയ്ത് പുറത്തിറങ്ങി ഡോറ് ഇപ്പൊ പാർക്കിലെല്ലാം ഇട്ടിട്ടാണെങ്കിൽ ഇറങ്ങിയാലും ചിലപ്പോൾ വണ്ടി ഇത് ഓഫ് ആകത്തില്ല, ക്ലസ്റ്റർ ഓഫ് ആകത്തില്ല. ഈ സംഭവം ഒരു 5 മിനിറ്റ് മുമ്പ് എനിക്ക് ഫേസ് ചെയ്തു. ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് വണ്ടി ഇങ്ങോട്ട് തിരിച്ചിടാൻ പോയില്ലേ, തിരിച്ചിടാൻ പോയപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് പോകുന്നു. പക്ഷെ ഞാൻ ഓഫ് ആയെന്ന് വെച്ചോണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. വണ്ടി തിരിച്ചു വന്നപ്പോൾ കിടക്കുക. അതാണ് അതെന്താണ് പ്രശ്നം എന്നറിയില്ല. അയ്യോ, ഞാൻ ഓർത്തോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാനത് ഓർത്ത് ശരിക്കും ഞാൻ ഓഫാക്കാൻ മറന്നു പോയെന്ന്. ശരിക്കും ഞാൻ ഓഫാക്കിയതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നില്ലേ, നമ്മൾ നെക്കിയത് വേണ്ടി 2 പ്രാവശ്യം ആയി കാണും, പക്ഷെ ഓഫാകാത്തല്ലേ. അതെ, അതായത് അതൊരു എപ്പോഴും കാണിക്കില്ല, അത് ഒറ്റ പ്രാവശ്യം കാണിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഭാഗത്ത് തെറ്റായിരിക്കും, അങ്ങനെയല്ല. അത് ആക്ച്വലി അതൊരു എപ്പോഴും കാണിക്കാറില്ല. ഇത് ഞാൻ പറഞ്ഞതാണ് ഷോറൂമിൽ. അപ്പോൾ അവർ എന്നോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. ഇത് ഞാൻ ഫസ്റ്റ് സർവീസിന് ചെല്ലുന്നതിന് മുന്നേ പറഞ്ഞ വണ്ടിക്ക് ഇന്നോവൽ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഒന്നും നമുക്ക് ഈ ഒരു ഗ്ലിച്ച്, ചിലപ്പോൾ ഒരു ഗ്ലിച്ച് ആയിരിക്കാം, മേ ബി സോഫ്റ്റ്വെയർ ഇഷ്യൂ കാര്യങ്ങളായിരിക്കും. ഫസ്റ്റ് സർവീസിന് വന്നപ്പോഴും ഈ പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നൈസായിട്ട് ഇവർക്ക് ഇങ്ങനെ സാഹചര്യം നമ്മൾ ഒഴിവാക്കി വിടുകയുള്ളൂ. കാര്യം നമുക്കൊരു ഡിസ്കംഫോർട്ടാണ് ശരിക്കും. നമ്മൾ ഒരു ഈവൻ വണ്ടി ഇത് കീലെസ് എൻട്രി ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഓഫ് ആയില്ലെങ്കിൽ വാട്ടർ ഡ്രെയിനേജ് ഒക്കെ ഉണ്ടാകാം. നമ്മളൊരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ വരുന്നെങ്കിലോ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ ഇവർ പറയുമ്പോൾ ഇവർക്ക് നമുക്ക് ഇനിഷ്യലി കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊരു പ്രശ്നമാണല്ലേ. അതെ, തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഇതിലിപ്പം വേറൊരു കാര്യം വെച്ചാൽ ഈ 2 വണ്ടികളിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും സഫാരി. സച്ചിനാണോ ദ്രാവിഡാണോ ധോണിയാണോ? ഈ വണ്ടി ഒഴിവാക്കി നിർത്തിയിട്ട് ഈ 2 വണ്ടി നോക്കുകയാണെങ്കിൽ ഞാൻ റീല് കെട്ടിയ ടാറ്റ ഓർ കിയ. അതെ, തീർച്ചയായിട്ടും ടാറ്റയുടെ സഫാരി തന്നെയാണ്. അത് എടുക്കാൻ തന്നെ കാരണം ഇദ്ദേഹം തന്നെയാണ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അതെ. പിന്നെ ജോയി എന്ന് പറഞ്ഞ ഇപ്പൊ എന്റെ ടാറ്റയുടെ വിരോധിയായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്ത് ലഭിച്ച വണ്ടിയാണ്. ഇനി ടാറ്റയുടെ വിരോധി എന്ന് കമന്റ് ചെയ്യുന്നവരോടുള്ള ഒരു പ്രത്യേക, ഇനി അടുത്ത് വരുത്ത് ബാക്കി ഒരു ഗ്രൂപ്പ് തെറിയും എനിക്ക് വരും. പക്ഷെ അല്ല, ഞാൻ പറയട്ടെ, ഈ വണ്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും എനിക്ക് ഉള്ളിലൊരു മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു പേടിയുണ്ട്. ഇപ്പോൾ നമ്മൾ പേടിയോട് കൂടി കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഗ്ലിച്ച് വരുമോ, ഇനി എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഗ്ലിച്ച് വരുമോ, അതല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇനി യാത്ര പോകുമ്പം. എൻ്റെ ഫ്രണ്ടാണ് ജീവൻ,
അപ്പോൾ ഈ പറയുന്ന പോലെ അവനാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ലെക്സോണിലോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നു, എനിക്ക് വണ്ടി ചെന്നു, ഉടനെ തന്നെ ഡെലിവറി കിട്ടി. അപ്പോൾ ഇതെല്ലാം കിട്ടി, വണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. 1 മാസം കഴിഞ്ഞ് അപ്പോൾ ഇവൻ നോക്കുമ്പോൾ ഇവൻ യൂട്യൂബിൽ പറയുകയാണ് ഇവൻ്റെ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാവുമോ, ഇങ്ങനെ ഉണ്ടാകുമോ, അങ്ങനെ ചിന്തിച്ചു പോയി. പക്ഷേ മറിച്ച് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെന്നു, ഈ പറയുന്ന പോലെ വണ്ടി സർവീസ് എല്ലാം കറക്റ്റായിട്ട് അവർ കറക്റ്റ് ടൈമിൽ നമ്മളെ അതെ ഇൻഫോം ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് ചെല്ലാറുണ്ട്. പിന്നെ അവരുടെ സഹകരണമാണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഒരു യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു പറയുകയാണെങ്കിൽ, സഫാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യൂണിക് പ്രോഡക്റ്റാണ്, ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റാണ്. ഇതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഒന്ന് പ്രൈസ് റേഞ്ച് ഉണ്ട്, ഒരു ലക്ഷറി പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് കോമ്പോണൻസ് എല്ലാം അടിപൊളി സാധനമാണ്, കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ റേറ്റ് കോംപ്രമൈസ് ചെയ്യുമ്പോഴത്തേനും ഈ ഫീച്ചേഴ്സ് പ്ലസ് റേറ്റ് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം വെച്ചാൽ ഈ നെക്സോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നന്നായിട്ടുണ്ട്. ആ വണ്ടിയിൽ ഒരു 20 ലക്ഷത്തിന്റെ ഫീച്ചേഴ്സ് അല്ല ആ വണ്ടിയിൽ. സഫാരിയെ വരുന്ന ഫീച്ചേഴ്സ് പോലും വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ, 9-inch ഹാർമൺ സിസ്റ്റം, JBLന്റെ സിസ്റ്റം, ഇതെല്ലാം വരുന്നുണ്ട്. സൺറൂഫ്, എല്ലാ സാധനം വരുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഓവർലോഡായിട്ട് ഒരു ചിപ്സെറ്റ് വരുമ്പോഴത്തേനും ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ സഫാരി ഓർന്ന് നമുക്ക് ആ കാര്യത്തിൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യം പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോഴും സഫാരി പണ്ടത്തെ കടന്ന് റോട്ടിൽ കൂടെ തീർച്ചയായിട്ടും ഇതിന് ഇടിയാണ് ഇപ്പോൾ. അതെ, പിന്നെ ഇത് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും നല്ല സുഖം ഓടിക്കാൻ. മാനുവലിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് അതാണ്. കാരണം നമ്മൾ വേറൊന്നും അറിയണ്ടല്ലോ, കയറിയിരിക്കുന്നു, ആക്സിലേറ്റർ കൊടുക്കുന്നു, പോകുന്നു, അത് ഭയങ്കര സ്മൂത്ത്. അതെ, നമ്മൾ ഇപ്പൊ ഈവൻ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ പോലും എല്ലാം ഓട്ടോമാറ്റിക്, ഒന്നും അധികം കഷ്ടപ്പെടണ്ട. ശരിക്കും ഇവൻ ലക്ഷറിയാണ്. അതെ, അത് മാത്രമല്ല യാത്ര സുഖമാണെങ്കിലും നമുക്ക് മടുപ്പ് തോന്നില്ല. അത് ഞാൻ ചോദിക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ 2ലും ലോങ് ഡ്രൈവ് റെഡി ചെയ്തായിരുന്നു. അതെ, ഇതിൽ 2ൽ ഞാൻ ലോങ് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ലോങ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാദ്യം വരുന്നത് സഫാരിയാണ്. കിയ സെക്കൻഡറി ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അത് ടോപ്പ് എൻഡ് ആണ്, ഇത് ടോപ്പ് എൻഡ് അല്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ടോപ്പ് എൻഡ്, എല്ലാവർക്കും അതിനുള്ള സാമ്പത്തികം ഉണ്ടാവും. ഇപ്പോൾ ഒരുത്തൻ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കാം തീർച്ചയായിട്ടും ഒരു വണ്ടി എടുക്കാൻ. അതെ, അവന് കുറച്ച് പൈസ ഇട്ട് ചിലപ്പോൾ ലോൺ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ അവൻ ആ വണ്ടി എടുക്കുന്നത്. അവനപ്പോൾ ടോപ്പ് എൻഡിലോട്ട് പോകണം എന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ പറ്റില്ല. ശരിക്കും ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ടോപ്പിൻ്റെ വണ്ടിയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അവന് മഴ തന്നെ അതൊരു വണ്ടിയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ രണ്ട് വികാരമാണ്. അതെ, രണ്ട് വികാരമാണ്. അപ്പം ഈ ടോപ്പ് എൻഡിൽ കിട്ടുന്ന സുഖം ഒരിക്കലും എന്താ പറയുന്നത് തേർഡ് വേരിയന്റിൽ കിട്ടില്ല. അതൊരിക്കലും ഇല്ല. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ലോങ് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ സഫാരി. പക്ഷെ ഇവര് ഈ ഒരു തേർഡ് വേരിയന്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബേസ് മോഡൽ തൊട്ട് സൺറൂഫ് മറ്റേ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് ഫ്രണ്ടിലുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ ഈ അഡാസ് ഫീച്ചേഴ്സിലോട്ടൊക്കെ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു 19 lakhs മിച്ചം ആവും. 20 ആവും, 20 അടുത്താവും ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ്. അതിലോട്ടൊന്നും പോകണ്ട, ഓൾറെഡി അഡാസ് ഫീച്ചറുള്ള വണ്ടി ഉള്ളതുകൊണ്ട് ആ രൂപയ്ക്ക് ആയിരിക്കും നമുക്ക് അടുത്ത വണ്ടി എന്നുള്ള പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ ചിന്തിക്കും. അതെ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരിക്കലും അഡാസിലോട്ട് പോകണ്ട, ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ലോക്കലി നമുക്ക് ഓടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യാത്ര ലോക്കലി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ എങ്കിലും ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കും ചിലപ്പോൾ ഈ ലോക്കൽ ഓടുന്നതിന് എവിടെയാണ് നിനക്ക് മൈലേജ് കിട്ടുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിക്കാം, മേ ബി. പക്ഷെ അങ്ങനല്ല, ലോങ് എല്ലായിടത്തും ഞാനിത് കൊണ്ടുപോകുന്നുണ്ട്. ലോക്കലി ഓടാനാണ് മേടിച്ചതെങ്കിലും ലോങ്ങും കൊണ്ടുപോകുന്നുണ്ട്, എല്ലായിടത്തും കൊണ്ടുപോകണ്ട. അപ്പം ലോങ് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഈ മൈലേജ് കിട്ടണമല്ലോ. ഇപ്പം ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം സിംഗിൾ ജേർണിയാണ്, തിരുവനന്തപുരം വരെ പോകണമെന്നുണ്ടെങ്കിൽ സഫാരി ആയിട്ട് പോകണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതെ, വേറൊന്നുമല്ല, ഒറ്റ ഒരാൾ തീർച്ചയായിട്ടും അതിൽ കുറച്ചുകൂടെ കംഫോർട്ടാണ് അല്ലെങ്കിൽ കൺവീനിയന്റ് ആണ് ഇതേ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. അതേസമയം നമ്മൾ ഇതേ തിരുവനന്തപുരം തന്നെ നമ്മൾ 4 പേര് 5 പേര് വെച്ച് പോവുകയാണെങ്കിൽ സഫാരി കാണും. അവിടെ ആ ഒരു ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലും കൂടുതൽ ലോങ് പോയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇതിലാന്ന് തോന്നുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഉമ്മയോട് സംസാരിച്ചോണ്ട് ഉമ്മ പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ ആദ്യത്തെ വണ്ടിയിലാണ്, ഫോർവേഡിലാണ് താല്പര്യം. ഞാൻ പറഞ്ഞു ഇതേ തന്നെയുള്ള ആൻസർ പറഞ്ഞത്. അതെനിക്കറിയത്തില്ല, എനിക്ക് അത്തേ കയറി ഇരുന്നാൽ എവിടെ വേണമെങ്കിലും എനിക്ക് ഒരു മടിയുമില്ല, എവിടെ വേണമെങ്കിലും ഞാൻ പോകും. നമ്മളിതിൽ ലോങ് കുറച്ച് ഓട്ടം ഓടിയിട്ടുണ്ട്. അതായത് പൊള്ളാച്ചി, ഉദുമൽപേട്ട, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാമക്കൽമേട്, അങ്ങനെ കുറേ എല്ലാ ഇതിൽ വീക്കെൻഡിൽ നമ്മൾ പോവായിരുന്നു ഒരു സമയത്ത്.
അപ്പോൾ നമുക്ക് മടുപ്പ് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം കുറച്ച് മടുപ്പായില്ല, കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അത് ഓട്ടോമാറ്റിക് 2 വണ്ടി ഓടിച്ചു. ഇപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഈ മാനുവലിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ഓടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. ഇതിപ്പം കുറച്ച് മുമ്പ് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായുള്ള സാധനം ഞങ്ങൾ 3 വണ്ടിയും മാറി മാറി എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം സോണറ്റ് കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ സോണറ്റിനെ എടുത്ത് റിവേഴ്സ് ഇവിടെ ഇട്ട് പാർക്ക് ചെയ്തിട്ട് അടുത്ത ഫിഗോയെ എടുത്ത് വന്നിട്ട് ഞാൻ ചാടി വണ്ടി റിവേഴ്സ് ഇട്ടു. അങ്ങനെ അതെനിക്ക് ആദ്യത്തെ ഒരു 2-3 വട്ടം ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ അടുത്തോട്ട് പോകുമ്പോഴേ ഇത് മാനുവലാണ്, മൈൻഡ് സെറ്റിൽ ഇത് മാനുവലാണ്, ഇതിന് ഗിയർ ഉണ്ട്, ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിച്ച് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യും. പിന്നെ ഇപ്പം എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിഷ്ണുവിനോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ കിയയുടെ പുതിയ വണ്ടി എടുത്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർക്കൊരു മോശം ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് ഷോറൂമിൽ അറിയിക്കുകയും അവരോട് വേണ്ട രീതിയിൽ ആക്ഷൻ ഉടനെ എടുക്കാൻ പറയുകയും സോർട്ട് ഔട്ട് ചെയ്യാൻ പറയുകയും ചെയ്യണം. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഈ 1000 കിലോമീറ്റർ കഴിഞ്ഞ് 10000 കിലോമീറ്റർ വരെ മൈലേജിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇനി അവർ പറഞ്ഞ ഓയിൽ വേണമെങ്കിൽ നമ്മൾ 1000-ന് തന്നെ മാറാം, അല്ലാതെ അല്ലേ? അതെ, ആ ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് 10000 കിലോമീറ്റർ ഏകദേശം ഒരു 10000 കിലോമീറ്ററിന് 1 ലക്ഷം രൂപ ഡിഫറൻസ് വരും. അതെ, ഡീസൽ അടിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപയുടെ നാലൊന്നും ഇല്ല ഓയിൽ മാറാനില്ല. അപ്പം പിന്നെ അതല്ലെങ്കിൽ ഇവർ സർവീസിന്റെ ഈ പീരീഡ് കുറയ്ക്കണം. ഇപ്പം ടാറ്റ ഇവരിപ്പം ആദ്യം 1000 പിന്നെ 7000 വരുന്നുണ്ട്. 7000 വരുന്നുണ്ട്. സോ അതേപോലെ ഒരു 7000 അല്ലെങ്കിൽ ഒരു 6000 ഒരു സെക്കൻഡ് സർവീസ് വരണം. എന്നാലേ ഉള്ളൂ ഈ കംപ്ലൈൻറ്റ്സ് നമുക്ക് പറയാൻ. അതെ, ഒരു 15-നുള്ളിൽ 15000 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഇത് 3 സർവീസ് തീരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് അത് ഇനിഷ്യലി എടുക്കുന്ന ഏത് വണ്ടിക്കും ഗ്ലിച്ചസ് ഉണ്ടാകാം. അതെ, അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് അത് പുതിയ സോഫ്റ്റ്വെയർ വരുന്ന അനുസരിച്ച് അത് സോർട്ട് ഔട്ട് ആയി പൊക്കോളും. ആ ഗ്ലിച്ചസ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് സെൻ്ററായിട്ട്, അല്ലാതെ നമുക്ക് എപ്പോഴും വണ്ടി സർവീസ് സെൻ്ററിൽ കൊണ്ടിടാനുള്ള പരിപാടി ഇല്ല. അതിനെല്ലാം നമ്മൾ വണ്ടി എടുക്കുന്നത് കേസാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ മൈലേജിന്റെ കാര്യം ഇതിപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും ഷോറൂമുകാർ നന്നാവാൻ പോകുന്നില്ല. ഇല്ല. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന അവർ സെയിലിന് വരുമ്പോഴത്തേക്ക് സാർ ഇത്ര മൈലേജ് കിട്ടുള്ളൂ ഫസ്റ്റ് സർവീസിന് മുന്നേ, അതിനുശേഷം ഇത്ര കിട്ടുള്ളൂ പറയാനും പോകുന്നില്ല. പക്ഷെ ഇനിയൊരു കാര്യമുണ്ട്, അത്യാവശ്യം യൂസർഷിപ്പ് റിവ്യൂ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈലൈറ്റ് ആയിട്ടായാലും. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താണെന്ന് തീർച്ചയാകുമ്പോൾ ചെല്ലുമ്പോൾ ചോദിക്കില്ല, ആരെങ്കിലും ഒരാൾ ചോദിക്കില്ല ആദ്യത്തെ സർവീസ് വരെ എത്ര മൈലേജ് ഉണ്ട്, അങ്ങനെ ചോദിക്കുമല്ലോ. അതൊക്കെ ക്യാമറ നോക്കി ആദ്യത്തെ സർവീസിൽ എത്ര വരെ മൈലേജ് കിട്ടും, അതിന് ശേഷം എത്ര കിട്ടും, അത് വ്യക്തമായിട്ട് പറയണമല്ലോ. കാരണം ഒരു കസ്റ്റമറിനുള്ള നിലയിൽ ഇത്രയും രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഡീലർ അല്ലെങ്കിൽ അതിന്റെ കമ്പനി തീർച്ചയായിട്ടും നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് കാണിക്കണ്ടേ? തീർച്ചയായിട്ടും. അതായത് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ നമുക്ക് തരണമല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുമല്ലോ. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു സെയിൽസിൽ കാണിക്കുന്ന താല്പര്യത്തെക്കാളും കൂടുതൽ സർവീസിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റിലാണ് ഒരു കസ്റ്റമർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ. അതെ, തീർച്ചയായിട്ടും. അതെ, അങ്ങനെ തന്നെയാണ്. സെയിൽസിൽ നമ്മുടെ അടുത്ത് മോഡേൺ തീരുമാനമാണെങ്കിൽ നമുക്ക് വിഷയമില്ല, നമ്മൾ ആ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടെടുക്കാൻ പോയി നമ്മൾ ചിലപ്പോൾ വണ്ടി എടുക്കും. അതെ, സർവീസിൽ നല്ല ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ തന്നെ ഉള്ളൂ. അതെ, അത് ഈ ടൊയോട്ട ഡിഫറൻസ് ആകുന്നത്. അതെ, അത് തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ ടാറ്റയുടെ MK മോട്ടോഴ്സ് പൂട്ടിപ്പോയി. എന്തുകൊണ്ടാ പൂട്ടിപ്പോയി? സർവീസ് മോശം. പക്ഷെ ആ MK മോട്ടോഴ്സുകാർ വരുത്തിയ ആ ഒരു പേരുദോഷം കാരണം ടാറ്റ എന്ന് പറയുന്ന ഒരു ഇത്, പിന്നെ അത് മേക്കപ്പ് ചെയ്യാനായിട്ട് ലെക്സോൺ ശ്രമിച്ചു. ലെക്സോൺ ഈ പറയുന്നത് പോലെ അവരുടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പഴയതിനേക്കാൾ വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. സംഭവം പറഞ്ഞാൽ ജീവൻ തന്നെ അറിയാം. ജീവൻ ഇപ്പം എൻ്റെ ഫ്രണ്ട് ജീവൻ, അവനോട് അവര് നല്ല രീതിയിൽ കാര്യങ്ങൾ അവന് വേണ്ടത് ചെയ്തു കൊടുക്കാനായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ലെക്സോൺ ഉള്ള ഒരു തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ലെക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ ഓഫ് കാർസ് ഉണ്ട്, ഹെഡേക്ക് ആയിട്ട് കിടക്കുന്ന ഒത്തിരി വണ്ടികളുണ്ട്. അപ്പം ഇവർക്കാണ് ഈ റെസ്പോൺസിബിലിറ്റി മുഴുവൻ വരിക. അപ്പം അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ടേക്ക് ടൈംസ്. അവർ ഫ്രഷ്ലി എടുത്തിട്ടേ ഉള്ളൂ. സർവീസ് ഷോറൂം സെന്ററുകൾ, സർവീസ് സെന്ററുകൾ പുതിയതായിട്ട് വരുന്നേ ഉള്ളൂ. പണ്ട് ടാറ്റയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയമാണ് വണ്ടി ഇറങ്ങുന്ന സർവീസ് സെന്ററുകൾ ഇല്ലായിരുന്നു. ഇപ്പം പുതിയ സർവീസ് സെന്ററുകൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നല്ലൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ
വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി. തീർച്ചയായിട്ടും ഒരുപാട് പേര് എടുക്കും. ടാറ്റയുടെ വണ്ടികൾ ഇപ്പൊ ഇഷ്ടം പോലെ ആളുകൾ എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ടാറ്റ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ റോഡിൽ കാണുന്നത്. പിന്നെ അതുപോലെ പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്ക് മാത്രമാണോ ഈ ഒരു മൈലേജിന്റെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇനി വേറെ ആളുകൾക്കുണ്ടോ അറിയാം. നമുക്ക് കമന്റ്സിൽ നമുക്കറിയാം. അതെ തീർച്ചയായിട്ടും നമുക്ക് മാത്രമാണ് ഫേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പലരും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതെ അത് എനിക്ക് തോന്നുന്നു. മേ ബി അങ്ങനെ ആവാം. ഇനിയിപ്പം എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൈലേജ് ആണ് ഒരു 10.9 അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 9.9 ഇങ്ങനെയാണ് എൻ്റെ ഓഡോമീറ്ററിൻ്റെ അകത്ത് കാണിക്കുന്നത്. ടാങ്ക് ടു ടാങ്ക് അടിച്ച് നമ്മൾ എപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചാലും അല്ലെങ്കിൽ എപ്പോൾ ട്രിപ്പ് റീസെറ്റ് ചെയ്ത് നോക്കിയാലും ഇത് തന്നെ കാണിക്കുള്ളൂ. നോക്കാന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 3 ക്വസ്റ്റ്യൻസ്. കിയ ഓർ ഫോർഡ്? ഫിഗോ. കിയ ഓർ ഫോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോർഡ് എന്നേ പറയുള്ളൂ. ഫോർഡ് ഓർ ടാറ്റ? ഫോർഡ് ഓർ ടാറ്റ എന്ന് വെച്ചാലും ഫോർഡ് എന്നേ പറയുള്ളൂ. വീണ്ടും നമ്മൾ അതോടെ തന്നെ കറങ്ങി തിരിച്ച് ഫോർഡ് തന്നെ വരുള്ളൂ അല്ലേ? കിയ, ടാറ്റ ഓർ ഫോർഡ്? അതെ കിയ അപ്പോഴും ഫോർഡേ വരുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ എൻഡേവർ ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? എൻഡേവർ എങ്ങനെയുണ്ട് വണ്ടി? അയ്യോ അത് എനിക്കിത് ഒരു പ്രാവശ്യം ഞാൻ എയർലായതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു പ്രശസ്ത വൈറലായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു. എൻഡേവർ ഇവിടുന്ന് പോയില്ലായിരുന്നു ഫോർച്യൂണർ അത്ര ഡിമാൻഡ് വരത്തില്ലായിരുന്നു. അല്ല ഫോർച്യൂണർ ഒഴിവാക്കിയേരെ. അല്ല ഫോർച്യൂണർ ആ ഒരു ഇതിലില്ല, ആ ഒരു ബാനർ ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾ അല്ലാതെ ഫോർഡിന്റെ വണ്ടി എൻഡേവറിനെ പറ്റി. എൻഡേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീലാണ്. അവൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഈ എൻഡേവർ എന്നുള്ള സാധനം ഇന്ത്യ വിട്ട് പോയി അല്ലെങ്കിൽ ഫോർഡ് ഇന്ത്യ വിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഫോർച്യൂണർ തലപൊക്കി വരത്തില്ലായിരുന്നു. കാര്യം എൻഡേവർ ഈ രാജ്യം ഇവിടെ ഭരിച്ചേനെ. ഇപ്പോൾ ഫോർച്യൂണർ കിട്ടുന്ന അതേ പേര് എൻഡേവറിന് തന്നെ വന്നേനെ. കാര്യം ആ സെഗ്മെന്റിൽ അന്ന് പാരൽ പാർക്കിങ്, ബൂട്ട് ഓപ്പണിങ്. ഞാൻ ഫോർച്യൂണർ ഒഴിവാക്കാൻ പറഞ്ഞുണ്ടല്ലോ, അതിനെ വെച്ച് എന്തിന് കമ്പയർ ചെയ്യണം? മീൻസ് ആ ഒരു തരത്തിലാണ് മാറ്റി നിർത്തിയേക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? അല്ലാതെ ഫോർച്യൂണർ ഒരു വലിയ എതിരാളിയായിട്ട് അത് പറയണ്ട, എടുക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫോർച്യൂണറിന്റെ ഫാൻസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കമന്റ് സെക്ഷനിൽ വല്ലതും പറയായിരിക്കും. പക്ഷെ അത് ഫോർഡ് ഉപയോഗിച്ച് ഓടിച്ച് അതിന്റെ ആ ഒരു ഇത് അറിയാവുന്ന ആളുകൾക്ക് അത് അക്സെപ്റ്റബിൾ ഉള്ളൂ. അല്ലാത്തവർക്ക് കേൾക്കുന്നവർക്ക് ഫോർച്യൂണർ നോക്കുമ്പോൾ ഒരു ആന വണ്ടി എന്നെ വേണം വരുമ്പോഴേ ആ ഒരു ലുക്ക് കണ്ടില്ലേ, അല്ലെങ്കിൽ 4x4 ഇത് മാത്രമേ ആളുകൾ ചിന്തിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇതിന്റെ പെർഫോമൻസ് അത് ഓടിക്കാത്തതുകൊണ്ടാണ് ശരിക്കും അറിയാൻ പറ്റുന്നത്. ഇതിനിപ്പോ ഒന്നും അറിയാത്തവനും അത് ഓടിക്കാത്തവനും പറയുന്നത് ഫോർച്യൂണർ വെടിക്കിട്ട് വണ്ടിയാണ്, അങ്ങനെ പറയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിനോട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അന്നത്തെ സ്ഥാനത്ത് അതിനുള്ള ഫീച്ചേഴ്സ് ആലോചിച്ച് നോക്കി. അതെ ആ ഒരു ടൈമിൽ ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ടുവരികയും ആ വണ്ടി അതുപോലെ അത് എൻഡേവർ ഉള്ള ഒരുത്തൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, അല്ലെ ഒന്നും നോക്കണ്ട, മെയിൻ്റനൻസ് അങ്ങനെ ഒരു സംഭവം വണ്ടിക്കില്ല, കേട്ടൊന്നും ഓടും. നമ്മുടെ ഫ്രണ്ടിന് ഇതേപോലെ ഇഷ്യൂ ഉണ്ടായിട്ട് ഫിഗോ ബ്ലൂ എന്ന് പറഞ്ഞ വെർഷൻ ഉണ്ട് അവർക്ക്, ലിമിറ്റഡ് എഡിഷൻ വണ്ടി. അത് വണ്ടി റീപ്ലേസ് ചെയ്ത് എക്കോ സ്പോർട്ട് കൊടുത്തു. പുതിയ വണ്ടിയുടെ അന്നത്തെ എടുത്ത വണ്ടിയുടെ വില തന്നെ കൊടുത്തു. അതൊക്കെ ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ പണ്ട് ചെയ്ത വീഡിയോ, ഒരു 1-2 കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. എക്കോ സ്പോർട്ടിൽ റിവ്യൂ ചെയ്തപ്പോൾ ചെയ്തതാണ്. അതൊക്കെ ഫോളോ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഈ പറയുന്ന പോലെ ആളുകൾ ഫോർഡിന്റെ ആരാധകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കതൊരു തീർച്ചയായിട്ടും ഇന്ത്യയിലോട്ട് വീണ്ടും ഫോർഡ് വരണം, എത്രയും പെട്ടെന്നും വരണം എന്നുള്ളതാണ് ആഗ്രഹം എല്ലാവർക്കും, എനിക്കും ആഗ്രഹം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് വണ്ടി എടുത്താലും ആസ് എ കസ്റ്റമർ നമ്മൾ ഷോറൂമിൽ പ്രോപ്പറായിട്ട് ചെന്ന് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഈ റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ചിരിക്കണം. ഈ മൈലേജ് ചോദിക്കുന്നുണ്ടെങ്കിൽ, മൈലേജ് ഒന്നും നോക്കാത്ത ആളുകൾക്ക് നോ ഇഷ്യൂസ്, എത്ര കിട്ടും ഇന്നതുപോലെ ചോദിക്കണം. ഫസ്റ്റ് സർവീസിലൊക്കെ ഇതൊന്നും ആരും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് എന്തെങ്കിലും അഡീഷണൽ ഒരു ഫീച്ചർ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അക്സസറീസ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. ഡെലിവറി ടൈം അപ്പം തന്നെ പറ്റത്തില്ല, പാടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇപ്പം വേറൊരു സിസ്റ്റോടെ വരുന്നുണ്ട്. ഇപ്പം നമ്പറായിട്ട് ഫോട്ടോ എടുത്താലേ നമുക്ക് RC കിട്ടത്തുള്ളൂ. നമ്പറായിട്ട് നമ്പർ പ്ലേറ്റ് നമ്മൾ ഷോറൂമിൽ ഇപ്പം പുറത്ത് നമ്മളിപ്പം നമ്പർ ഫാൻസി ഒക്കെ ബുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന പോലെ ഫാൻസി നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഫാൻസി ബുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഫാൻസി ബുക്ക് ചെയ്തിട്ട് ആ നമ്പർ പ്ലേറ്റ് കൊണ്ട് ഷോറൂമിൽ പിടിപ്പിച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് വിട്ടാലേ ഇത് വരത്തുള്ളൂ, RC വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നമ്പർ എടുക്കുമ്പോൾ ഇതെല്ലാം നോക്കിയും കണ്ട് ചെയ്യണം. സർവീസിൽ പ്രോപ്പറായിട്ട് എനിക്ക് ഇതുവരെ നമ്പറായിട്ട് ഞാൻ ഫാൻസി നമ്പർ ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയായി. നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം ഇന്നേ വരെ ഈ നിമിഷം വരെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഉത്തരവാദിത്തം കഴിഞ്ഞു. ഞാൻ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ തിരക്കാണ്, ഇന്നപോലെ വരും, അത് പറയാം എന്ന് പറഞ്ഞു. നമുക്ക് പുറത്ത് ചെയ്യാൻ മേലായിട്ടല്ല, പക്ഷേ ഇവർ ഈ ഫോട്ടോ എടുത്ത് വിട്ടാലേ നമുക്ക് RC കിട്ടുള്ളൂ.
പറഞ്ഞ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, അതാണ് പ്രശ്നം. അഹങ്കാരം. ഇതെല്ലാം കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക. പിന്നെ ഈ കിയയുടെ യൂസേഴ്സ് എന്താണെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന്, എത്രാമത്തെ സർവീസിന് ശേഷമാണ് അത് കിട്ടിയതെന്നും തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം. അപ്പോൾ എന്നാണെങ്കിലും നമ്മളൊരു 3 വണ്ടിയുടെ കമ്പാരിസൺ അല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ കിയയുടെ ഒരു ഡിസ്കഷനാണ് ഇവിടെ നടന്നത്. പക്ഷേ അതിനകത്ത് നമ്മുടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറം കിടക്കുന്ന ഫോർഡ് കുട്ടർ തന്നെയാണ് അല്ലേ. അതുകൊണ്ടൊരു സ്പെഷ്യൽ അപ്പിയറൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീലിങ്സ് അവനോടുണ്ട്. എന്നാണെങ്കിലും നമ്മുടെ അനസ് ബ്രോ 3 വണ്ടികളുടെ ഒരു അവലോകനം അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. പുള്ളിയുടെ എനിക്ക് ഏറ്റവും പറഞ്ഞ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചോദിക്കേണ്ട ഷോറൂമിൽ ആദ്യം ചോദിക്കേണ്ട ആ ഫാക്റ്റാണ്. അത് നല്ലൊരു കീ പോയിന്റ് ആയിട്ട് എനിക്കും തോന്നി. എന്നാണ് അനസ് ബ്രോ 3 വണ്ടികളുടെ റിവ്യൂ തന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ താങ്ക് യു. ഓക്കെ.